എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോകളുടെ വിശേഷങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണ്. പുതിയൊരു വില്ല പ്രൊജക്റ്റാണ്. പുക്കാട്ടുപട്ടി എടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന വില്ല പ്രൊജക്റ്റാണിത്. നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. മനോഹരമായ ഈ ഏരിയ, ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. മാത്രമല്ല ആലുവയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരവും, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 6 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഏതാണ്ട് ഒരു 30ഓളം വീടുകളുള്ള മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണിത്. എന്ന് കരുതി ഇതൊരു ഗേറ്റഡ് വില്ല കോളനി അല്ല, ഇൻഡിവിജ്വലായി ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ്. 2018 പോലും ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. മാത്രമല്ല പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. 3 സെൻറ്റ് മുതൽ ഏതാണ്ടൊരു 4.5 സെൻറ്റ് വരെ ഉള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. 1650ഓളം സ്ക്വയർ ഫീറ്റ് മുതൽ 2300ഓളം സ്ക്വയർ ഫീറ്റ് വരെയുള്ള 3 BHK വീടുകളും 4 BHK വീടുകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായ ഈ വീടൊരു കണ്ടംപററി സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചുറ്റുമതിലെല്ലാം ഈ വീടിന് നൽകിയിരിക്കുന്നു. ഈ വീട് വരുന്നത് ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഫ്രണ്ട് എലിവേഷനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു ഗ്ലാസ്സെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളവും KWA കണക്ഷനുമാണ്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് ഒരു ഒറ്റപ്പാളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ കൊത്തുപണികളെല്ലാം ചെയ്ത് പോളിഷെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുമ്പോൾ തന്നെ കാണുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. CC ക്യാമറ സൗകര്യം ലഭ്യമാണ്. ഏതാണ്ട് ഒരു 4ഓളം ക്യാമറകൾ അടങ്ങുന്ന ഒരു CCTV സിസ്റ്റമാണ് വീടുകൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ 4 സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു സ്റ്റെയർ കേസ് എല്ലാം ഈ വീടിന് നൽകിയിരിക്കുന്നു. വുഡൻ ഫിനിഷുള്ള ഫ്ലോറിംഗ് ആണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും നമുക്കിവിടെ ലഭ്യമാണ്. കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിശ വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അല്ലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോർ നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷിലെ ടൈൽസുകളാണ് ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ കൺസീൽഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു.
ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ശ്രയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളും ഹാൻഡ് റെയിലിനായി GI സ്ക്വയർ ടോപ്പും വുഡുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. സ്റ്റെയർകേസിൻ്റെ സൈഡ് വാളിൽ നല്ല നീളത്തിലൊരു ഗ്ലാസ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളും LED വാം ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. മനോഹരമായ ഈ ബെഡ്റൂമിനും വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2300ഓളം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നീളത്തിലൊരു ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ഇവിടെ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം, അതായത് ഈ വീട്ടിലെ 4th ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും ബാത്റൂം സൗകര്യം ലഭ്യമാണ്. വാൾഡ്രോബ് സൗകര്യവും ലഭ്യമാണ്. മിററുകളെല്ലാം നൽകി മനോഹരമായ ഒരു വാൾഡ്രോബാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. നല്ല മനോഹരമായ ഒരു സ്പേഷ്യസ് ആയ ബാൽക്കണി ഇവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ, പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡ്രസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ സൗകര്യങ്ങളെല്ലാം ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് കോൺക്രീറ്റഡായി ഇവിടെ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ലൊക്കേഷൻ നിർമ്മിച്ചിരിക്കുന്ന ഈ വില്ല പ്രൊജക്റ്റിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരം, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരം, ആലുവയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് 400 മീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വാങ്ങാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യവും ലഭ്യമാണ്. ഓൾറെഡി ബാങ്ക് അപ്രൂവ്ഡ് ആണ്. വിത്തിൻ 1 വീക്കിനുള്ളിൽ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഇവിടുത്തെ 3 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായി നിർമ്മിച്ച വീടുകൾക്ക് 70 ലക്ഷം രൂപയുമാണ് ചോദിക്കുന്നത്. വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.